Hello, family. Welcome to English speaking course. Hope you are keeping safe and healthy. In this video, we are going to learn daily use sentences. But do you know what's special about these sentences? ഈ സെൻറ്റൻസസ് ഒക്കെ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ യൂസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസസ് ആണ്. വാട്ട് ഐ ഡിഡ് വാസ്, ഞാൻ രാവിലെ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്തു. ഐ ഫെൽറ്റ് ദാറ്റ് ഇറ്റ് വുഡ് ബി യൂസ്ഫുൾ ഫോർ യു ഓൾ, സോ ഐ റോട്ട് ഇറ്റ് ഡൗൺ. അങ്ങനെ എഴുതി വെച്ച് ടുവേഴ്സ് ദ എൻഡ് ഐ ഗോട്ട് ദീസ് മെനി ബഞ്ച് ഓഫ് beautiful sentences that you can also use in your daily life. So this video is very special to me and please watch it till the end. Here comes our first sentence. വേഗം വരൂ, അവര് കാത്തിരിക്കുകയാണ്. Let's try this in English. Come fast, they are waiting. Come fast, they are waiting. വേഗം വരൂ, നമുക്ക് കം ഫാസ്റ്റ് എന്ന് പറയാം. അവർ കാത്തിരിക്കുകയാണ്. We can say they are waiting. When my kids did something naughty, I use this sentence. അത് ഒരിക്കലും ആവർത്തിക്കരുത്. How can we say? Don't ever repeat that. Don't ever repeat that. അത് ഒരിക്കലും ആവർത്തിക്കരുത്. Don't ever repeat that. Let's move on to our next sentence. I went for shopping and I had to choose between two dresses. Then I asked, ഏതാണ് നല്ലത്? Which one is better? Which one is better? ഏതാണ് നല്ലത്? Which one is better? നമ്മുടെ ടി വിയുടെ റിമോട്ട് കാണാണ്ടായി. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അത് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ ഉണ്ടായിരിക്കാം. How can we say this in English? It might be somewhere here. It might be somewhere here. അത് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കാം. It might be somewhere here. One of my friend called me after a long time. അപ്പോൾ ഞാൻ ഫോണിൽ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരാത്തത്? I asked her the same in English. So what would I have asked? I asked her, why don't you come over to my home? Why don't you come over to my home? Actually, ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരാൻ അവളെ ക്ഷണിക്കുകയാണ്. Why don't you come over to my home? ഹോമിൻ്റെ സ്ഥലത്ത് നമുക്ക് പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം. Why don't you come over to my place? Why don't you come over to my place? ഇനി അങ്ങനെയല്ലാതെ വേറെ രീതിയിലും നമുക്കിത് പറയാം. Let's see what it is. We can say, why don't you come over to my place for a cup of tea? ഒരു ചായ കുടിക്കാൻ. എന്തുകൊണ്ടാണ് നീ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീട്ടിൽ വരാത്തത് ഒരു ചായ കുടിക്കാൻ? ശരിക്കും ഇവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ അല്ല ചോദിക്കുന്നത്. നമ്മൾ ഇങ്ങോട്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. വീട്ടിൻ്റെ അടുത്തൊരു പുതിയ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിൽ ഫ്രണ്ട്സ് വന്നപ്പോൾ ഐ ടോൾഡ് ദം, എന്തുകൊണ്ടാണ് നിങ്ങൾ പുതിയ റെസ്റ്റോറൻറ്റ് പരീക്ഷിക്കാത്തത്? I was not questioning them. In fact, I was telling them to try the new restaurant. How can we say this in English? It's very simple. നേരത്തെ പറഞ്ഞ അതേ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. Why don't you? Why don't you try the new restaurant? Why don't you try the new restaurant? ഇനി പുതിയതല്ല ഏതെങ്കിലും പർട്ടിക്കുലർ റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്യാനാണ് നിങ്ങൾക്ക് പറയണ്ടെങ്കിൽ യു ക്യാൻ add the name there. You can say, why don't you try India Palace? For example, India Palace is the restaurant. ഇനി നമുക്ക് ട്രൈ ചെയ്യാം. എന്തുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്തൂടാ? അങ്ങനെ പറയണമെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് you can add we. Why don't we try India Palace? Why don't we try India Palace? ഇനി ഇതും പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ വളരെ സിമ്പിളായിട്ട് പറയാം, let's try India Palace. Let's try എന്ന് പറഞ്ഞിട്ട് അവിടെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് പറയാം. സോ വീട്ടിൽ ഗസ്റ്റ് വന്നു ആൻഡ് ഐ ഡിഡ്ന്റ് ഫീൽ ലൈക്ക് കുക്കിംഗ്. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ തോന്നിയില്ല. സോ ഐ സജസ്റ്റഡ് എ റെസ്റ്റോറൻറ്റ്. ഞാനൊരു റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്തു. പുറത്തേക്ക് പോകാൻ റെഡിയാകുമ്പോൾ മൈ സൺ വോർ എ ഡ്രസ്. ഐ ഡിഡ്ന്റ് ലൈക്ക് ദ കളർ.
So I asked him to wear another one. അത് ഞാൻ എങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങളെ പഠിപ്പിച്ചു തരാം. I told him, why don't you wear that blue dress? Why don't you wear that blue dress? This means that എന്തുകൊണ്ടാണ് നീ അല്ലെങ്കിൽ നിങ്ങൾ ആ നീല വസ്ത്രം ഇടാത്തത്, ധരിക്കാത്തത്. അവന് മനസ്സിലായി ഏത് നീല ഡ്രസ്സാണ് ഇടേണ്ടത്. മനസ്സിലായിട്ടില്ലെങ്കിൽ അവൻ ചോദിക്കുമായിരുന്നു വിച്ച് വൺ, ഏത്, വിച്ച് വൺ. അപ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാം ദ വൺ ദാറ്റ് യു വോർ 2 days back, 2 ദിവസം മുന്നേ ഇട്ട ഡ്രസ്സ്. ബട്ട് ലക്കിലി ഹി അണ്ടർസ്റ്റുഡ്, അവന് മനസ്സിലായി. പക്ഷേ അതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ അവനെ ഒന്ന് സോപ്പിട്ടു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഐ ടോൾഡ് ഹിം, ഇറ്റ് റിയലി സൂട്ട്സ് യു വെൽ, ഇറ്റ് റിയലി സൂട്ട്സ് യു വെൽ. അത് നിനക്ക് നന്നായി ചേരുന്നുണ്ട്. ഇറ്റ് റിയലി സൂട്ട്സ് യു വെൽ. ബട്ട് ഞാൻ ഇത്രയും പറഞ്ഞെങ്കിലും ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ സെൻറ്റൻസസ് ഉണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റേണ്ടത്. അതും കൂടെ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. എന്തുകൊണ്ടാണ് നിങ്ങൾ അല്ലെങ്കിൽ നീ അവരുടെ കൂടെ പോകാത്തത്? This is one related sentence. In English, we can say, why don't you go with them? Why don't you go with them? Another sentence is, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു. I had told you. I had told you. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു. I had told you. നീ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോകുന്നില്ലേ? Aren't you going out? Aren't you going out? നിങ്ങൾ പുറത്തേക്ക് പോകുന്നില്ലേ? Aren't you going out? I have 2 kids. എനിക്ക് 2 കുട്ടികളുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ both ചേർക്കാറുണ്ട് അവരോട് പറയുമ്പോൾ. Aren't you both going out? നിങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് പോകുന്നില്ലേ? Aren't you both going out? ഇനി കളിക്കാൻ പോകുന്നില്ലേ ചോദിക്കണമെങ്കിൽ we can add to play there. Aren't you both going out to play? Aren't you both going out to play? ഇനി ഈ പാറ്റേണിലുള്ള ദറ്റ് ഈസ് aren't you പാറ്റേണിലുള്ള 2 സെൻറ്റൻസസും കൂടെ പഠിക്കാം to make it more clear. നിങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്നില്ലേ? Aren't you going for shopping? Aren't you going for shopping? നീ അല്ലെങ്കിൽ നിങ്ങൾ കല്യാണത്തിന് പോകുന്നില്ലേ? Aren't you going for marriage? Aren't you going for marriage? In this sentence is dedicated to my subscribers. എന്നിലുള്ള നിങ്ങളുടെ വിശ്വാസത്തിന് നന്ദി. How can I say this in English? Thanks for your confidence in me. Thanks for your confidence in me. I can also say it the other way. I can say, thanks for trusting me. Thanks for trusting me. So that's all for this session. Thanks for watching.